വെൽക്കം ബാക്ക് ടു വിസാൽ മീഡിയ. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. ഇന്ന് രാവിലെ മുതൽ മാധ്യമങ്ങൾ കാണുന്ന ഒരു വാർത്തയാണ്. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുടയിലുള്ള ഫസീല എന്ന് പേരുള്ള 23 വയസ്സുള്ള യുവതി ഭർത്താവായ നൗഫലിൻ്റെ വീട്ടിൽ അതിൻ്റെ ജീവൻ ഒടുക്കിയെന്ന ഒരു വാർത്ത. ഏറ്റവും സങ്കടകരം എന്താണെന്ന് വെച്ചാൽ ശേഷമായിട്ടൊരു ദിവസം 1-2 ദിവസം ആയിട്ടുള്ള വിശേഷമാണ് എന്ന് അറിഞ്ഞിട്ട്. അതും മൂത്ത കുട്ടിക്ക് എത്ര 10 മാസമായിട്ടുള്ളൂ. ഒരു ആൺകുട്ടിയാണ്. അതിനിടയിലാണ് രണ്ടാമതും കൂടി വിശേഷമാവുന്നത്. എന്നിട്ട് ഉമ്മാക്കൊരു വാട്സപ്പിൽ സന്ദേശം അയച്ചിട്ട്, അസ്സലാമു അലൈക്കും ഉമ്മ, എന്നെ ഭർത്താവ് വല്ലാതെ ഉപദ്രവിക്കുകയാണ് നൗഫല്, സഹിക്കാൻ പറ്റണില്ല, ഞാൻ ഭർത്താവിനെ കഴുത്തിന് കയറി പിടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് എല്ലാവരും മർദ്ദിക്കുന്നത്. എൻ്റെ ഉമ്മ, അതായത് അമ്മായിമ്മയും കൂടി മർദ്ദിക്കുന്നുണ്ട്, എനിക്ക് സഹിക്കാൻ പറ്റണില്ല, എന്നെ ഒരിക്കലും പോസ്റ്റ്മോർട്ടം ചെയ്യരുത്, ഞാനിങ്ങനെ മരിക്കാൻ പോവാണ്, എൻ്റെ കൈയൊക്കെ ഒടിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വേദനിക്കുന്ന ഒരു സന്ദേശമൊക്കെ അയച്ചിട്ടാണ് ഈ ഫസീല എന്ന് പേരുള്ള 23 വയസ്സായിട്ടുള്ളൂ ഇവർ ജീവനൊടുക്കിയത്ര. ഇവരുടെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 1.25 വർഷമായിട്ടുള്ളൂ. അതിനിടക്ക് ഒരു കുട്ടി ഉണ്ടായി. ആ കുട്ടിക്ക് 10 മാസം ആകുമ്പോഴേക്കും അടുത്തത് ഗർഭിണിയായി. ഇപ്പോൾ ഇതാ ആ ഭർത്താവായ നൗഫൽ എന്ന 29 വയസ്സുള്ള ഒരാളെയും ഉമ്മ, അതായത് ഇവരുടെ അമ്മായിമ്മ റംലത്തിനെയൊക്കെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എത്രയോ വാർത്തകൾ നമ്മളിങ്ങനെ കേൾക്കുന്നു. എന്താണ് നമ്മുടെ മക്കൾക്ക് എന്ത് ലൈഫിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും അതിനൊരു പരിഹാരം ഉണ്ടാവുമല്ലോ. പ്രാർത്ഥിക്കുക, അള്ളാഹു ആ പെൺകുട്ടിക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, മർഹമത്ത് കൊടുക്കട്ടെ. ഈ വീഡിയോ കാണുന്ന ഉമ്മയും ഉപ്പമാരും ഭർത്താക്കന്മാരും വിവാഹം കഴിച്ച ആളുകൾ വിവാഹം കഴിക്കാതിരിക്കുന്നുള്ളത് ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങളുണ്ട്. നമുക്കൊരു മഹല്ല് സംവിധാനം എന്നുള്ളത് മുസ്ലിങ്ങൾക്കുണ്ട്. ആ മുസ്ലിങ്ങളുടെ മഹല്ല് സംവിധാനം കൊണ്ട് എന്തൊക്കെ നമ്മൾ അർത്ഥമാകും എനിക്കറിഞ്ഞൂടെ. ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും മഹല്ലിൻ്റെ ഭാരവാഹികൾ ഉണ്ടെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, വിവാഹം കഴിക്കുന്ന ഒരാളുകൾക്ക് നിങ്ങൾ നല്ല കൗൺസിലിംഗ് കൊടുക്കണം. എത്ര കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങളാണ് ഇതുപോലെ കൊണ്ടേ കലാശിക്കണത്. ഈ ഒരു കേസിൽ തന്നെ ഈ ഒരു പെൺകുട്ടിയെ പലതവണ ഇങ്ങനെ മർദ്ദിച്ചു എന്നുള്ള കേസ് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴൊക്കെ ആ പ്രശ്നങ്ങൾ ഇങ്ങനെ എന്താ പറയുക, ഒരു എല്ലാവരും കൂടി ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ട് അടക്കി ഒതുക്കുക ചെയ്തിരുന്നത്. ഇപ്പം എൻ്റെ അടുത്തേക്ക് വരുന്ന ഒരുപാട് കേസുകളുണ്ട്. അത്രയൊക്കെ പ്രശ്നങ്ങളിൽ അകപ്പെട്ട ആളുകൾ എന്താ പറയുക, അങ്ങോട്ട് ഇപ്പോൾ ഒഴിവാക്കണം മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് തല്ലുകൂടിയിരുന്ന ആളുകളെ, ഒരുപാട് കുടുംബങ്ങളെ കൃത്യമായ കൗൺസിലിംഗ് കൊടുത്തിട്ട് നല്ല വഴിയിലേക്ക് നല്ല സ്നേഹമുള്ള ദമ്പതികളായിട്ട് മാറ്റിയ അനുഭവം കൊണ്ട് ഞാൻ പറയുകയാണ്. അങ്ങനെ ഒരു കൗൺസിലിങ്ങിന് കിട്ടിക്കഴിഞ്ഞാൽ, ഒരു ഇസ്ലാമിക് കൗൺസിലിങ്ങിൻ്റെ കീഴിൽ കിട്ടിക്കഴിഞ്ഞാൽ മാറ്റാവുന്ന പ്രശ്നങ്ങളാണ് പലപ്പോഴും ഈ രീതിയിൽ കൊണ്ടെത്തിക്കുക. അപ്പോൾ ഈ മഹല്ല് സംവിധാനങ്ങളുടെ സത്യത്തിൽ വിവാഹത്തിന് മുൻപ് ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഏർപ്പെടുത്തുകയാണെങ്കിൽ എന്തൊരു സന്തോഷമാണ്. ഇപ്പോൾ ഞാൻ പേഴ്സണലായിട്ട് പറയാം, നിങ്ങളുടെ മക്കൾക്ക് ഒരു കല്യാണം ഉറപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ വിളിക്കൂ, എൻ്റെ അടുത്തേക്ക് വരൂ, ഇവർക്ക് വേണ്ട പ്രീമാരിറ്റൽ കൗൺസിലിംഗ് ഞാൻ നൽകാം. ഇതെന്താണെന്ന് വെച്ചാൽ, നമ്മുടെ മഹല്ല് സംവിധാനങ്ങൾ വിവാഹം കണ്ടായിക്കഴിഞ്ഞാൽ വരൻ്റെയും വധുവിൻ്റെയും വീടുകളിൽ നിന്ന് കാശ് വാങ്ങാൻ റെഡിയാണ്. ഖത്തീബിന് പോയാൽ ഖത്തീബിന് കാശാണ്, മരണപ്പെട്ട മരണത്തിന് കാശാണ്, അങ്ങനെ അതിനൊക്കെ നമ്മൾ കാശ് വാങ്ങാൻ റെഡിയാണ്. എന്നാൽ ആ മഹല്ലിൻ്റെ ഒരു കെട്ടുറപ്പ് എന്ന് പറയുന്നത് അവിടുത്തെ ആളുകളുടെ ഒരു ഗുഡ് ലൈഫാണല്ലോ, ഒരു ഹാപ്പി ലൈഫാണല്ലോ. അപ്പോൾ വിവാഹം പോലെയുള്ളൊരു കാര്യത്തിന് അവരേക്കൊന്ന് കാശ് വാങ്ങിയിട്ട് തന്നെ അവർക്കൊരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് കൊടുക്കാനുള്ളൊരു സംവിധാനം ഈ മഹല്ല് അടിസ്ഥാനത്തിൽ ഉണ്ടെങ്കിൽ വളരെ വലിയൊരളവിൽ ഇത്തരത്തിലുള്ള കേസുകൾ കുറയും. പിന്നെ ഈ വീഡിയോ കാണുന്ന വിവാഹിതരായ ആളുകൾ നിങ്ങൾ ആലോചിക്കുക, പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ ഒരാൾ മാത്രം വിചാരിക്കുമ്പോഴല്ല പ്രശ്നം. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്തും ഇക്കൊക്കെ പ്രശ്നങ്ങളാണ്, എൻ്റെ ലൈഫ് മൊത്തം തകർന്നു എന്ന് എന്നെ വിചാരിച്ചിരിക്കുക, നെഗറ്റീവ് തോട്ട്സാണ് ആകെ ഉള്ളതെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ആളുകൾ ചെയ്യുന്ന മുഴുവൻ കുറ്റമാണ്. അമ്മായിമ്മ എന്നൊരു ഘടകം, ഓരോ പെൺകുട്ടിയും വിവാഹം കഴിച്ച് പോകുമ്പോൾ ഒരു മനസ്സെന്താണ്, അമ്മായിമ്മ എങ്ങനെ ഉണ്ടാവുക, അത് നല്ലതാണോ ചീത്തതാണോ, അമ്മായിമ്മനിപ്പോൾ എങ്ങനെ കുപ്പിയിലാക്കാം, ഇങ്ങനെ അമ്മായിമ്മൊരു നെഗറ്റീവ് ഇമേജ് ആക്കിയിട്ടാണ് ഈ പെൺകുട്ടികളുടെയൊക്കെ വിവാഹം കഴിച്ചു പോകുന്ന പെൺകുട്ടികളൊക്കെ മനസ്സിലുള്ളത്. അത് മുതിർന്നവരും പറഞ്ഞപ്പോൾ, മെടി ആ തള്ള ആൾ ശരിയല്ലട്ടാ, തള്ളയുടെ നോട്ടം കണ്ടാലറിയാം, നീ എങ്ങനെയെങ്കിലും ആ തള്ളനൊന്ന് കുപ്പിയിലാക്കിക്കോ, അല്ലെങ്കിൽ ആ ചെക്കനൊന്ന് കീശയിലാക്കിക്കോ, ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഈ ഒരു പെൺകുട്ടിയുടെ മനസ്സിൽ വളർന്നു വരുമ്പോൾ തന്നെ അമ്മായിമ്മ എന്ന് പറഞ്ഞ ഒരു ബേഡ് ഇമേജാണ് കൊടുത്തത്. അത് ആരാണ് കൊടുക്കുന്നത്? ആ അമ്മായിമ്മ ആ പെൺകുട്ടിയോട് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ആ അമ്മായിമ്മ ഒരു മകളെന്ന നിലക്ക് ആ അമ്മായിമ്മ കാണുന്നത് അവരെ മകളായിട്ടാണ്. മകളെന്ന നിലക്ക് ചീത്ത പറയുന്നുണ്ടാവും, വഴക്ക് പറയുന്നുണ്ടാവും, ഗുണദോഷിക്കുന്നുണ്ടാവും. ഇതൊക്കെ ചെയ്യുമ്പോൾ ഏതോ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഉമ്മാക്കിനെ തല്ല എന്തോ ചീത്ത പറയുന്ന അധികാരം എന്താ ഉള്ളത്, ഇങ്ങനെയാണ് കാണാം. ഇനി അമ്മായിമ്മ കാണേണ്ടത് എന്താണ്? സ്വന്തം മകള് ഒരു മാസം ഭർത്താവിൻ്റെ വീട്ടിൽ വിളിക്കണില്ലെങ്കിൽ വരണില്ലെങ്കിൽ എൻ്റെ മോളോട് പറഞ്ഞാക്കണില്ല എന്ന് പറയുന്ന അതേ അമ്മായിമ്മ സ്വന്തം മരുമകള് ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 1 മാസം കഴിഞ്ഞിട്ട് വീട്ടിലേക്കൊന്ന് പോട്ടെ എന്ന് വെച്ചാൽ ഇപ്പോൾ പോകണ്ട, ഇപ്പോൾ വന്നിട്ടൊരു മാസമായിട്ടുള്ളൂ. ഇങ്ങനെ ഇരട്ടത്താപ്പാണ്. അതായത് സ്വന്തം മകളോട് കാണിക്കണ സ്നേഹമായിരിക്കണം മരുമകളോടും കാണിക്കേണ്ടത്. സ്വന്തം മകൾ കെട്ടിച്ച വീട്ടിൽ എങ്ങനെയായിരിക്കണം അവർ ജീവിക്കണം എന്ന് ആഗ്രഹിക്കണത്, ആ ആഗ്രഹത്തിന് പോലത്തെ ഒരു മരുമകൾ ഒരു അമ്മായിമ്മയാവാൻ ഈ ഉമ്മ തയ്യാറായാൽ ഇത് 2 കൂട്ടരും വേണം. അറ്റ്ലീസ്റ്റ് നമ്മൾ വിവാഹം കഴിക്കാൻ റെഡിയാവുന്ന മറ്റേ ആണായാലും പെണ്ണായാലും ഒരു പ്രീമാരിറ്റൽ കൗൺസിലിംഗ് മഹല്ല് അടിസ്ഥാനത്തിൽ നിർബന്ധമാണ്. ഇത്തരം വാർത്തകളൊക്കെ കാണുമ്പോൾ ഭയങ്കര സങ്കടമാണ്. നമ്മൾ നല്ലപോലെ മുന്നോട്ട് പോകാൻ എല്ലാ എക്യുപ്മെൻറ്റ്സും നമ്മുടെ കാട്ടിലിപ്പുണ്ട്. നമുക്ക് ലൈഫിൽ വിവാഹ ലൈഫിൽ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ഒരിക്കലും നിങ്ങളുടെ കുടുംബക്കാർ നമ്മളൊരു ചർച്ചയിലേക്ക് കൊണ്ടുവരുത്. ഒരു പ്രോപ്പർ കൗൺസിലിംഗ് കൊടുക്കുക. അപ്പോൾ ഞാൻ ഒരു ഇസ്ലാമിക് കൗൺസിലിംഗ് കൊടുക്കുന്ന ഒരാളാണ്. നിങ്ങൾക്ക് ഈ ഒരു നമ്പർ ഞാൻ നൽകാം.
എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും വിളിച്ച് നിങ്ങൾക്കൊരു കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ, അപ്പോൾ എനിക്ക് ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്. അങ്ങനെ തല്ലുകൂടി ഉണ്ടാക്കുന്ന ഭർത്താക്കന്മാരൊക്കെ വന്ന്, ഭാര്യയും ഭർത്താക്കന്മാരൊക്കെ വന്നിട്ട് സന്തോഷകരമായിട്ട് കഴിയാണ്. പക്ഷെ ഒരു കാര്യം കിട്ടാ, സന്തോഷകരമായിട്ട് കഴിയാനാണ് വരേണ്ടത്, അല്ലാതെ ഇക്ക് ജയിക്കണം ഓള് തോൽക്കണം എന്നല്ല കരുതേണ്ടത്. ഞങ്ങൾ ആര് തോറ്റാലും വേണ്ടില്ല, ഈ ഒന്നിച്ചുള്ള ലൈഫ് സന്തോഷമായിട്ട് പോകണം എന്നുള്ളത്. ഇവർക്ക് എന്താണെന്ന് വെച്ചാൽ ഇവർക്കറിയില്ല എങ്ങനെയാണ് വേറെ ആൾ ബിഹേവ് ചെയ്യേണ്ടത്, അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്താണ്, അയാളുടെ ഇഷ്ടം എന്താണ്, അയാളുടെ ലവ് ലാംഗ്വേജ് എന്താണെന്ന് അറിയില്ല. പകരം എന്താണുള്ളത്, അങ്ങോട്ട് ദേഷ്യം പിടിച്ച് അടിക്കാൻ. ഇവിടെ ഈ ഒരു കേസിൽ ഈ പാവം പെൺകുട്ടി രണ്ടാമത് ഗർഭിണിയായി. ഈ രണ്ടാമത് ഗർഭിണിയായപ്പോൾ കുറ്റം മുഴുവനും ഫസീല എന്ന് പറയുന്ന ഈ പെൺകുട്ടിക്ക് മാത്രമായി. ഓൾ എന്തിനാ ഗർഭിണിയായി? ഈ ഗർഭിണി സ്വയം അങ്ങോട്ട് ഗർഭിണിയാവാൻ ഇത് മറിയം ബീവി ഒന്നും അല്ലല്ലോ, ഇതൊരു സാധാ ആണും പെണ്ണും അല്ലേ. അപ്പോൾ ഒരു അവിടെ വേണ്ടേ, ഒരു ഭർത്താവ് അവിടെ വേണ്ടേ? അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കാതെ ഇപ്പോൾ ഇവരെ ലൈഫ് എടുത്തോ നോക്കിയാൽ കാണാം, വിവാഹം കഴിഞ്ഞിട്ടൊരു ഒരു ലൈഫിൽ ഒരു എന്തുപോലും ഒരു പ്ലാനിങ് പോലും ഇല്ല. കല്യാണം കഴിയുന്നു, അധികം കഴിയാതെ ഗർഭിണിയാവുന്നു, അതിതാ ഇപ്പോഴത്തെ 10 മാസമുള്ള കുട്ടിയായി. അപ്പോൾ ആ രീതിയിലാണ്. പിന്നെ രണ്ടാമത്തെ ഒരു കുട്ടിയുടെ കയ്യിൽ പ്ലാനിങ് ഇല്ല. ലൈഫ് തകർന്നാൽ ആദ്യത്തെ പരിഹാരം തന്നെ ജീവിതം അവസാനിപ്പിക്കലല്ല. അതിലപ്പുറം ഈ ഒരു ലൈഫ് ഒരു ഭർത്താക്കന്മാരെയും കണ്ടിട്ടല്ല, ഒരു ഭാര്യയെയും കണ്ടിട്ടല്ല, ആണായാലും പെണ്ണായാലും ഒരാളെയും കണ്ടിട്ടല്ല അള്ളാഹു നമുക്ക് അന്നൊരു ലൈഫ് ഉള്ളത്. ആ ലൈഫ് നമ്മൾ വളരെ പവിത്രമായിട്ട് നമുക്ക് നമ്മുടെ ലൈഫിനോടൊരു സ്നേഹം വേണം. അപ്പോഴാണ് നമുക്ക് നമ്മളുടെ കാര്യത്തിനോട് ഒരു പരിഗണനയും പറ്റും വരുള്ളൂ. ഇതെന്താണ്, ഞാൻ ചത്താലും വേണ്ടില്ല മറ്റാൾ വേദനിക്കട്ടെ എന്നുള്ളതാണ്. അതുകൊണ്ട് ഒരിക്കലും നമ്മൾ ഇതുപോലെയുള്ള മരണങ്ങൾ കാണുമ്പോൾ അത് വീഡിയോ ചെയ്യാൻ ഇപ്പോൾ ഇഷ്ടമല്ല. പണ്ടൊക്കെ ഞാൻ ചെയ്തിരുന്നു. പക്ഷേ ഇതെനിക്ക് തോന്നി മഹല്ല അടിസ്ഥാനത്തിൽ ഇത്തരം കൗൺസിലിങ്ങുകൾ ഏർപ്പെടുത്തി കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ടവരെ രക്ഷപ്പെടുത്താൻ കഴിയുന്നുള്ളത്. അപ്പോൾ ഇത്തരം കൗൺസിലിങ്ങുകൾ കൊടുത്തൊരു എക്സ്പീരിയൻസ് കൊണ്ട് പറയുകയാണ്. അങ്ങനെ ഒരുപാട് പേര് ഒരിക്കലും ഒന്നിച്ച് ജീവിക്കില്ല എന്ന് ഉറപ്പിച്ചു പോയിട്ട് ആളുകൾ പല പല കൗൺസിലിങ്ങിനും പോയി, പല പ്രൊഫഷണൽ കൗൺസിലിങ്ങിനും പോയിട്ട് ഓരോരുത്തരുടെ വാക്ക് ഇങ്ങനെ കേൾക്കും. കൗൺസിലിങ്ങിൽ അങ്ങനെ പറയും ഇങ്ങനെ പറയും. പകരം അവർക്കൊരു ഇസ്ലാമിക് രീതിയിലുള്ള കൗൺസിലിംഗ് കൊടുത്തു കഴിഞ്ഞാൽ കുറേ വിശ്വാസികളാണെങ്കിൽ കുറേയേറെ അവർക്ക് അതിൻ്റെ ഗൗരവം മനസ്സിലാവും. ഇത് മഹല്ല അടിസ്ഥാനത്തിൽ ഇങ്ങനെ കൊടുക്കാൻ തയ്യാറാണെങ്കിൽ അതിന് മഹല്ലിന് ഫണ്ട് വാങ്ങാലോ. ഇഷ്ടം പോലെ കൗൺസിലർമാരുണ്ടാവും. അവരെ കൊടുത്തിട്ട് ക്ലാസ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ ഇരുന്നില്ലേ, ഒരു പെണ്ണിൻ്റെ ഒരു ആറ്റിറ്റ്യൂഡ് ഇങ്ങനെയാണ്, ഒരു പെണ്ണ് എന്താണ് ഭർത്താവിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, ഒരു ഭർത്താവ് എന്താണ് പെണ്ണിൽ നിന്ന് ആഗ്രഹിക്കുന്നത്, അതേപോലെ ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജ് എങ്ങനെയാണ്, അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാം. അല്ലെങ്കിൽ ആളുകളുടെ ചില ആളുകളുണ്ട് സ്നേഹിക്കാൻ അറിയില്ല, അവർക്കറിയില്ല എങ്ങനെയാണ് സ്നേഹിക്കേണ്ടതെന്ന്. ഇവർക്ക് സ്നേഹം മനസ്സിലാവണില്ല, മറ്റാൾ ഇതിനെ സ്നേഹിക്കുകയാണെന്ന് മനസ്സിലാവണില്ല. അപ്പോൾ ആരിപ്പോൾ മരുമകളെ കൊല്ലണം എന്ന് കരുതുന്ന അമ്മായിമല്ല, ഭാര്യനെ കൊല്ലണം എന്ന് കരുതുന്ന ഭർത്താവില്ല, ഈ ഭർത്താവിനെ നശിപ്പിക്കണം എന്ന് കരുതുന്ന ഭാര്യയില്ല. ഒന്നും ആലോചിച്ച് നോക്കുക, ആ ഒരു കുട്ടി 10 മാസം പ്രായമുള്ള ആ കുഞ്ഞിന് ഒരു ഉമ്മയെ നഷ്ടപ്പെടുത്താൻ ഇടയാക്കിയത് ആരൊക്കെയാണ്? നമ്മുടെ ഒരു ആറ്റിറ്റ്യൂഡാണ്. ആ ആറ്റിറ്റ്യൂഡ് ഒഴിവാക്കേണ്ടത്. മകൾക്ക് കുടുംബത്തിൽ നോക്കാൻ പറ്റണില്ല, ഭർത്താവിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റണില്ല എന്ന് കണ്ടാൽ തുറന്ന മനസ്സോട് കൂടി സ്വീകരിക്കുന്ന വാപ്പിമ്മയും വേണം. മോളെ ഒരു റൂം ഇവിടെ ഉണ്ട്, നീ എപ്പോഴാണോ പറ്റാതെ വരുന്നതെങ്കിൽ നീ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട, നന്നായിട്ട് നമ്മുടെ ഉള്ളത് കൊണ്ട് മക്കൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക. ആകെ ജീവിക്കണം, നീ കല്യാണം കഴിച്ചിട്ട് കുട്ടികളെ പ്രസവിക്കാനായിട്ടല്ല, നല്ല ജീവിതം കഴിക്കുക. അതിൻ്റെ ഇടയിൽ വരേണ്ടതാണ്. പിന്നെ വിവാഹം എന്നുള്ളത് എല്ലാവർക്കും പറഞ്ഞിട്ടുള്ളതല്ല. ഒന്നാമത് ഈ പെൺകുട്ടികൾക്ക് തന്നെ ഒരു ഇതില്ല, ഏതെങ്കിലും ഒരാളെ പിന്നിൽ ഇങ്ങനെ ജീവിക്കുക, എന്നിട്ട് ജോലിയില്ല, അവർക്ക് അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല, എന്നിട്ട് കൊണ്ടുവരുന്നതിനെതിരെ അങ്ങോട്ട് ദാവം ചെയ്യും. കുടുംബം എന്ന് പറയുമ്പോൾ കുടുംബത്തിൽ നാഥൻ വേണം. ആ നാഥൻ ഭർത്താവണം. ആ ഭർത്താവിന് സ്നേഹത്തിൻ്റെ ഒരു അനുസരണം ഉണ്ടാവണം. അതാണ് ആദ്യം വേണ്ടത്. അതില്ല ഇവിടെ, സ്നേഹവും ഇല്ല, അനുസരണയില്ല. അനുസരണ എന്ന് പറഞ്ഞാൽ അടിമയായിട്ട് നിൽക്കലല്ല. ഭർത്താവാണെങ്കിൽ മനസ്സിലാക്കണം അവൻ്റെ ഭാര്യയാണ്, അതുകൊണ്ട് തന്നെ അവൾക്ക് ഒരുപാട് പരിഗണന കൊടുക്കണം. അവൾ വേറൊരു വീട്ടിൽ നിന്ന് വന്ന് കയറിയൊരു പെൺകുട്ടിയാണ്, ഈ വീട്ടിൽ ചെറുപ്പത്തിലേ വളർന്ന ഒരാളല്ല. അപ്പോൾ ആ വീട്ടിലുള്ള മറ്റാരെക്കാളും പരിഗണന വന്ന ഒരു പെൺകുട്ടിക്ക് കൊടുക്കാൻ ഭർത്താവിൻ്റെ വീട്ടുകാരും തയ്യാറാവണം. ഇതൊന്നും ഇവിടെ നടക്കണില്ല. ആ നടക്കാത്തത് കൊണ്ടാണ് ഇതുപോലെയുള്ള വാർത്തകൾ നമ്മൾ വീണ്ടും വീണ്ടും കേൾക്കാനിട വരുന്നത്. സന്തോഷം എന്നുള്ളത് നമ്മൾ കണ്ടെത്തേണ്ട ഒന്നാണ്, അല്ലാതെ മറ്റവൻ്റെ കീശയിലല്ല. ഭാര്യയുടെ സന്തോഷം ഭർത്താവിൻ്റെ കീശയിലാവരുത്, ഭർത്താവിൻ്റെ സന്തോഷം ഇയാളെ കീശയിലാവരുത്. ഒരുപാട് പെണ്ണുങ്ങളുണ്ട് ഭർത്താക്കന്മാരെ ഇടങ്ങറിൻ്റെ കൂടി ഉണ്ടാക്കും. ഉമ്മാനെ കണ്ടുകൂടാ, ഭർത്താവിൻ്റെ പെങ്ങന്മാരെ കണ്ടുകൂടാ. ഈ പാവം ഭർത്താവ് ഭാര്യയും ഉമ്മാടിയും മക്കൾ ഇവരൊക്കെ ഇടയിൽ ഇടങ്ങറിൻ്റെ കൊടി കുത്തുന്ന ആളുകൾ. അപ്പോൾ ഇതൊക്കെ ഒരു കൃത്യമായ കൗൺസിലിങ്ങിലൂടെ പറഞ്ഞ് പരിഹരിച്ച് പ്രോപ്പറായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ ലൈഫ് സന്തോഷമാവും. 5 കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. ഒരു നല്ലൊരു ജോലി, ഒരു നല്ലൊരു മികച്ച സാലറി, നല്ലൊരു വാഹനം, നല്ലൊരു വീട്, ഇതൊക്കെ ഭൗതികമായ കാര്യങ്ങളാണ്. നല്ലൊരു പങ്കാളി, നമ്മൾ മനസ്സിലാക്കുന്ന ഒരു പങ്കാളി, ഒന്ന് കേൾക്കാൻ തയ്യാറാവുക, നമ്മൾ ഒന്ന് കെയർ ചെയ്യുന്ന ഒരാൾ, സപ്പോർട്ട് ചെയ്യുന്ന ഒരാൾ. അത് ഭാര്യ ആഗ്രഹിക്കുന്ന വേറെയാണ്, ഭർത്താവ് ആഗ്രഹിക്കുന്ന വേറെയാണ്. ഇത് രണ്ടും മനസ്സിലാക്കിയിട്ട് സുന്ദരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യലൊന്നും ഇല്ല. അതൊക്കെ പോയി, അതൊക്കെ ഔട്ടാണ്. ഇപ്പോൾ ഉള്ളത് അക്സെപ്റ്റ് ചെയ്യലാണ്. എങ്ങനെയാണോ തൻ്റെ ഭർത്താവിൻ്റെ സ്വഭാവ രീതി അതിനെ അക്സെപ്റ്റ് ചെയ്തിട്ട് ഹാപ്പി ആയിട്ട് ജീവിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ശ്രമിച്ചു കഴിഞ്ഞാൽ എത്ര വലിയ പ്രശ്നങ്ങളുണ്ടെങ്കിലും സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. ഇത് എൻ്റെ ഒരു കോൺഫിഡൻസ് ആണ്. നിങ്ങൾ ഇത്തരം പ്രശ്നങ്ങളുണ്ടെങ്കിൽ എൻ്റെ അടുത്തേക്ക് പോയോ, നമുക്കൊരു നല്ല ഇസ്ലാമിക് കൗൺസിലിങ്ങിലൂടെ ഇത്തരം പ്രയാസമുള്ള ആളുകളെ നേരാക്കി എടുക്കാൻ പറ്റും. ഏതായാലും ആ മരണപ്പെട്ടു പോയ പെൺകുട്ടികൾ ദുആ ചെയ്യുക. അത് പറഞ്ഞത് ഇതുപോലെ നമ്മുടെ ഒരു സഹോദരിക്കോ ഒരു മകൾക്കോ നമുക്കോ ഇത്തരം ഒരു കാര്യം സംഭവിക്കാതിരിക്കാൻ അവയർനെസ് ആയിട്ട് പറഞ്ഞതാണ്.